നടിയായും നർത്തകിയായുമൊക്കെ മലയാളത്തിൽ തിളങ്ങുന്ന താരമാണ് ആശാ ശരത്ത്. കുങ്കുമപ്പൂവിലെ പ്രൊഫസർ ജയന്തിയായി തിളങ്ങിയ ശേഷമായിരുന്നു നടി സിനിമയിലേക്കെത്തിയത്. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുന്നേ സിനിമാ അവസരങ്ങൾ കൈക്കുമ്പിളിലേക്ക് തേടിയെത്തിയ നടിയായിരുന്നു ആശ. എന്നാൽ അതെല്ലാം വേണ്ടെന്ന് വെച്ചാണ് 18-ാം വയസ്സിൽ വിവാഹിതയായതും വർഷങ്ങൾക്കിപ്പുറം അവസരങ്ങൾ എത്തിച്ചേർന്നതും. ഇപ്പോഴിതാ 16-ാം വയസ്സിൽ ആശ ശരത്ത് അഭിനയിച്ച ഒരു ദൂരദർശൻ സീരീസുകളിൽ ആദ്യം ചെയ്ത ജാതക കഥകളുടെ വീഡിയോയാണ് ആരാധകരുടെ മനം കവരുന്നത്. 1992-ൽ ആശ ശരത്ത് അഭിനയിച്ച ടെലിവിഷൻ സീരീസാണിത്. അന്ന് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ചെറിയ പ്രായത്തിൽ വയസ്സായ ഒരു തിരുമേനിയുടെ ഭാര്യയായി എത്തുന്നതും അയാൾക്കൊപ്പമുള്ള ജീവിതം തുടങ്ങവേ തൊട്ടരികെ യുവാവായ ഒരു തിരുമേനി എത്തുന്നതുമാണ് കഥയുടെ തുടക്കം. പ്രായമായ തന്നെ വിവാഹം കഴിച്ചത് ഈ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയോ എന്ന ആശങ്ക തിരുമേനിക്കുണ്ടെങ്കിലും അതൊന്നും ആലോചിക്കാതെ ഭർത്താവിനെ പരിഭവങ്ങളേതുമില്ലാതെ ശുശ്രൂഷിക്കുന്ന ഭാര്യ. എന്നാൽ അതിനിടെ യുവാവായ തിരുമേനി കടന്നു വരുമ്പോൾ മനസ്സുകൊണ്ട് ഇരുവർക്കും പതറിപ്പോവുകയും പ്രായശ്ചിത്തമായി പരിഹാരം ചെയ്ത് മാപ്പ് പറഞ്ഞ് അയാൾ മടങ്ങവേ ഭർത്താവ് അതുകണ്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്യുകയാണ്. അവിടെ നിന്നും ദേഷ്യത്തോടെ മടങ്ങുന്ന ഭർത്താവിനോട് മറ്റൊരു സ്വാമി അവർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും ഇത്രയും ചെറിയൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് തെറ്റല്ലേ എന്ന് സ്വാമി ചോദിക്കുമ്പോൾ തെറ്റ് തിരിച്ചറിയുന്ന തിരുമേനി വീട്ടിൽ തിരിച്ചെത്തുകയും പുലർച്ചെ വീട്ടിലെ കൂട്ടിൽ അടച്ചിട്ട് വളർത്തിയ തത്തമ്മയെ തുറന്നുവിട്ട് വീട്ടിൽ നിന്നും പടിയിറങ്ങി പോവുകയാണ്. തുടർന്ന് ആ പെൺകുട്ടി തിരുമേനി തന്നെ സ്വതന്ത്രയാക്കിയെന്നും തിരിച്ചറിയുന്നിടത്താണ് ആ കഥ അവസാനിക്കുന്നത്. 23 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ കഥയുടെ കമന്റ് ബോക്സിൽ നിറയെ ആശ ശരത്തിന്റെ പഴയകാലം കണ്ടതിലുള്ള ആരാധകരുടെ സന്തോഷമാണ്. നിരവധി പേർ അമ്പിളി ദേവിയുടെ മുഖസാദൃശ്യമുണ്ടെന്നും പറയുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ് ആശ ജനിച്ചത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ജാതക കഥകളിലടക്കം അഭിനയിച്ചു തുടങ്ങുന്നത്. തുടർന്ന് 15 സീരിയലുകളും 4 ടെലിഫിലിമുകളിലും അഭിനയിച്ചു. ചെറിയ പ്രായം മുതൽ നൃത്തം അഭ്യസിച്ചിരുന്ന ആളായിരുന്നു ആശ. ആശയുടെ അമ്മ സുമതി കേരള കലാമണ്ഡലത്തിലെ നൃത്താധ്യാപികയായിരുന്നു. കമലദളത്തിലെ മാളവിക നങ്ങ്യാർ എന്ന വേഷം ചെയ്യാൻ അവസരം ലഭിച്ചെങ്കിലും പഠനത്തിനാണ് അന്ന് ആശയും കുടുംബവും മുൻതൂക്കം നൽകിയത്. അങ്ങനെ ആ വേഷം മോനിഷയിലേക്ക് എത്തി. ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ശരത് വാര്യരാണ് ആശയുടെ ഭർത്താവ്. 18-ാം വയസ്സിലായിരുന്നു ആശയുടെ വിവാഹം. ടിവിയിലൂടെ ആശയുടെ ഒരു ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ടാണ് ശരത്ത് ആശയെ വിവാഹം കഴിക്കാനുള്ള ആലോചനയുമായി വന്നത്. വിവാഹശേഷം ആശ ദുബായിലേക്ക് പോയി. 10 വർഷത്തോളം റേഡിയോ ഏഷ്യയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. ഏഷ്യാനെറ്റിലും പ്രോഗ്രാമുകൾ ചെയ്തു. പിന്നെയാണ് നൃത്തത്തിലെ താല്പര്യം കൊണ്ട് സ്കൂൾ തുടങ്ങിയത്. പിന്നാലെ കുങ്കുമപ്പൂവിലേക്കും പ്രൊഫസർ ജയന്തിയായി മാറുകയും ചെയ്തു. ആ കഥാപാത്രമായി ആശ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തു. നടി ആശ ശരത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഈ കഥാപാത്രമാണ്. ഇപ്പോഴും പ്രേക്ഷകർക്കിടയിൽ പ്രൊഫസർ ജയന്തി താരമാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.